നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കേക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? സത്യം പറഞ്ഞ ഞാൻ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഒരു പിറന്നാൾ കേക്കൊന്നും മുറിച്ചിട്ടില്ല. ഇതാദ്യത്തെ അനുഭവം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിറന്നാളിന്റെ അന്ന് പാറു എനിക്കൊരു നാരങ്ങ മിഠായി വാങ്ങിച്ചു തരുമായിരുന്നു. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ പിറന്നാൾ ആഘോഷം. ഗോതമേട്ട കേക്കിന് മെഴുകുതിരി കത്തിച്ചു വെക്കട്ടെ? പിന്നെന്താ, കാര്യപരിപാടികൾ തുടങ്ങാം. നീ പോയി തീപ്പെട്ടി എടുത്തുണ്ടോ? എടുത്തിക്ക് നല്ല വേദന ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവാം. അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് കാലൊന്നും മടങ്ങി അതിന്റെയാ. അവള് കെട്ടിയവനെയും കൊണ്ട് കണ്ണി കണ്ടവരുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോയേക്കുക അല്ലേ? നിന്റെ ആഘോഷം ഞാൻ ഇപ്പൊ കുളവാക്കി തരാം. എന്താ വസു? ഒരു മിനിറ്റ് എടുത്തി, ഒരു അത്യാവശ്യം കോൾ ചെയ്യണം. ഇവരെന്തിനാ ഈ നേരത്ത് വിളിക്കുന്നത്? ആരാ ഗൗതം? ഏയ് ഒന്നുമില്ല, വേണ്ടാത്ത കൊള്ളാം. നമുക്ക് കേക്ക് മുറിക്കാം. എന്റെ കോൾ എടുക്കില്ല അല്ലേ? എടുത്തിട്ട് ഫോണൊന്ന് തന്നേ. എന്തിനാ? ഒരു അത്യാവശ്യത്തിനല്ലേ ചോദിക്കുന്നേ, ഒന്ന് തരൂ. ഇനി ഇതുപോലൊരു 100 കേക്കെങ്കിലും മുറിക്കാൻ പറ്റണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേക്ക് കട്ട് ചെയ്തോ. ഇനി 100 വർഷവും? അതൊക്കെ കുറവാ. ചേച്ചിയുടെ റേഞ്ചിൽ ഒരു 1000 ഒക്കെ പറയേണ്ടതാ. ഇതിപ്പോ അമ്മയാണല്ലോ വിളിക്കുന്നത്. എന്തായിരിക്കും കാര്യം? ആരാ ഗൗതം? വിളിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഹലോ. ഗൗതം, ഏട്ടത്തിക്ക് റോഡിൽ വെച്ചൊരു ആക്സിഡന്റ് പറ്റി. വേഗം വീട്ടിലേക്ക് വരൂ. ഹലോ ഹലോ. എന്തിനാ വസു ഗൗതമിനെ വിളിച്ച് ആക്സിഡന്റ് ആയി എന്നൊക്കെ പറയുന്നത്? അവൻ പേടിച്ചു പോവില്ലേ? അങ്ങനെ പറഞ്ഞാലല്ലേ ഏട്ടത്തി അവൻ വരൂ. അല്ലെങ്കിൽ അവിടെ ആഘോഷ തിമിർപ്പില് മതി മറന്നങ്ങനെ നിൽക്കും രണ്ടുപേരും. എന്തുപറ്റി ഗൗതം? എന്തെങ്കിലും ഒന്ന് പറ. അത് പിന്നെ ഒരു ആക്സിഡന്റ്. ആക്സിഡന്റോ? ആർക്ക്? ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഒരു കോൾ ചെയ്യട്ടെ. മോനാണല്ലോ. ആരാ? ഗൗതമാണോ? ആ ഫോണിങ് തന്നെ ഏട്ടത്തി, ഞാൻ സംസാരിക്കാം അവനോട്. ഹലോ. എടാ, ഇത് ഞാനാ. അമ്മയ്ക്ക് എങ്ങനെയാ ആക്സിഡന്റ് പറ്റിയത്? ഇപ്പൊ എങ്ങനെയുണ്ട്? ആശുപത്രിയിൽ കാണിച്ചോ? എല്ലാം ഫോണിൽ കൂടി തന്നെ അറിഞ്ഞേ പറ്റൂ എന്നുള്ള വാശിയാണോ നിനക്ക്? ഒരാൾ ഇവിടെ വേദന എടുത്ത് പൊളഞ്ഞിരിക്കുമ്പോ നടന്ന രീതിയും സംഭവങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക്. ഞങ്ങളിപ്പോ വീട്ടിലെത്തും. നീ വീട്ടിലേക്ക് വേഗം വാ. ഹലോ ഹലോ. എന്ത് ചെയ്യും ഇപ്പോ? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അമ്മ ഒരു ബർത്ത്ഡേ കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ തുടങ്ങിയത്. അതിനിടയിൽ
ഈ ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാ സന്തോഷം ഇല്ലാതാവുമല്ലോ. ആന്റി ഇനി കേക്ക് കിട്ടിയ അതെ, ഒരു കാര്യം ചെയ്യും, കേക്ക് നിങ്ങൾ മുറിച്ചോ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. അല്ല, മോനിതെവിടെ പോകുന്നു? എല്ലാം ഏർപ്പാട് ചെയ്തിട്ട് ഗൗതം തന്നെ അങ്ങ് പോയാൽ എങ്ങനെ ശരിയാവും? ഒരു 10 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. അതല്ല നിധി, എനിക്ക് പെട്ടെന്ന് പോയേ പറ്റൂ. അത്യാവശ്യമായതുകൊണ്ടല്ലേ. എന്താ അളിയ പ്രശ്നം? അത് എൻ്റെ ഒരു ഫ്രണ്ടിന് ആക്സിഡന്റ് പറ്റി. അവനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചതാ. പോയേ പറ്റൂ. ഈ ഫംഗ്ഷൻ തന്നെ മോന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ? പിന്നെ മോൻ പോയാലോ? ഏയ്, അതൊന്നും പ്രശ്നമില്ലമ്മേ. കാര്യങ്ങൾ നടക്കട്ടെ. വെറുതെ ഓരോന്ന് പറഞ്ഞ സമയങ്ങളല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ ഗസ്റ്റ് ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഗൗതം പോയിട്ട് വാ. ഗൗതം വന്നിട്ടേ നമ്മൾ കേക്ക് മുറിക്കുന്നുള്ളൂ. എന്താ അതുപോലെ? അത് മതി, മോൻ പോയിട്ട് വാ. കേക്ക് ഇവിടെ തന്നെ ഇരിക്കട്ടെ. എങ്കിൽ ശരി, ഞാൻ പോയിട്ട് വരാം. വസു പതുക്കെ, വേദന എടുക്കുന്നു. ഒന്ന് ആശുപത്രി കാണിക്കാവുന്ന ഞാൻ അവിടെ വെച്ചേ പറഞ്ഞതല്ലേ. അപ്പൊ കേട്ടില്ലല്ലോ. എക്സ്റേ എടുത്ത് നോക്കിയിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാമായിരുന്നു. അമ്മേ, എന്താ എന്താ പറ്റിയേ? എടാ, എനിക്കങ്ങനെ പറയത്തക്ക കുഴപ്പമൊന്നുമില്ല. നീ വെറുതെ വെപ്രാളം പിടിക്കാതെ. എങ്ങനെയാ അമ്മ ആക്സിഡന്റ് ഉണ്ടായത്? ഒന്നുമില്ലടാ, പെട്ടെന്നൊരു ഓട്ടോ അരികിലേക്ക് വന്നു. ഞാനൊന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോ കാലൊന്ന് തിരിഞ്ഞു പോയി. അങ്ങനെ അങ്ങ് മറിഞ്ഞു വീണു. വണ്ടിയൊന്നും തട്ടിയില്ലെന്നേ. ആ സമയത്ത് വസു അതിലെ വന്നതുകൊണ്ട് എന്നെ കാർ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നു. അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് ആക്സിഡന്റ് ആയെന്നൊക്കെ വിളിച്ചു പറഞ്ഞ് എന്തിനാ വെറുതെ മനുഷ്യനെ ടെൻഷൻ ആക്കിയത്? അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഫോൺ കട്ടിയൂടെ? അതുകൊള്ളാം. ഇപ്പൊ വിളിച്ച് വിവരം അറിയിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഏട്ടത്തിയാണെങ്കിൽ വേദന കൊണ്ട് നിലവിളിക്കുകയായിരുന്നു. ആ സമയത്ത് നിന്നോട് ഞാൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയണമായിരുന്നോടാ. ഇനിയിപ്പൊ ആക്സിഡന്റ് ആയ വിവരം വിളിച്ചു പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും നീ ഇത് തന്നെ ചോദിച്ചേനെ. എന്റെ അമ്മയ്ക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ട് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്ന്. ഏത് വഴിക്ക് പോയാലും എനിക്കാണല്ലോ കിടക്കപ്രതി ഇല്ലാത്തത്. ദേ, ഈ ഓയിന്റ്മെന്റ് ഇട്ട് കൊടുക്ക്. ദാ, ഒരു വഴിക്ക് പോവാൻ ഇറങ്ങി ഞാനാ തിരിച്ചിങ്ങോട്ട് വന്നത്. ഞാൻ പോയിട്ട് വരാം. ഏത് കാലമ്മേ മടങ്ങിയത്? ദേ, ഈ കാലം മോനെ. പതുക്കെ പതുക്കെ.